കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ വെടിക്കെട്ട് ബാറ്റിംഗുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ നായകൻ രോഹൻ കുന്നുമൽ. ക്രീസിൽ ഇടിവെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത രോഹൻ 19 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. സെഞ്ചുറിക്ക് 6 റൺസ് അകലെയായിരുന്നു കാലിക്കറ്റ് നായകന്റെ മടക്കം. രോഹൻ കുന്നുമലിനൊപ്പം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഓരോ ദിവസം കഴിയുമ്പോഴും മത്സരം ഇങ്ങനെ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 249 വരെ എത്തി സ്കോർ. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ ആവേശകരമായൊരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കൊച്ചിക്കെതിരെ. നമ്മോടൊപ്പം നായകൻ രോഹൻ ചേരുന്നുണ്ട്. രോഹൻ, 249 എന്നൊരു വലിയ സ്കോറിലേക്ക് ഇന്ന് ടീമെത്തി. രോഹൻ 94 റൺസ് ഇന്ന് സ്വന്തമാക്കി. ഒരു വെൽ ഡിസർവ്ഡ് ആയിട്ടുള്ളൊരു സെഞ്ചുറി അതിനധികം വീണു, എങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാനായി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ടീമിൻ്റെ വിന്നിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ മാത്രമല്ല, എനിക്കൊന്ന് അജിനാസിൻ്റെയും അഖിൽ സ്കറിയയുടെയും ഇടയിൽ വന്ന മനുഷ്യരുടെയും സൽമാൻ്റെയും എല്ലാവരുടെയും ഇന്നിങ്സാണ് ആ വലിയൊരു സ്കോറിലേക്ക് എത്തിച്ചത്. സോ ആ വിക്കറ്റിനനുസരിച്ച് നല്ലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആയിരുന്നു ഇന്നത്തെ. സോ അത് മാക്സിമം നമ്മുടെ ബാറ്റ്സ്മാർ യൂട്ടിലൈസ് ചെയ്തു. സോ അതാണ് ആ ഒരു ബിഗ് ടോട്ടലിലേക്ക് എത്താനുള്ള മെയിൻ റീസൺ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് അത് രോഹന് കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നത് വെൽ ഡിസർവ്ഡ് ആയിട്ടുള്ളത് ഒരു സ്കറിയയ്ക്കായിരുന്നു തോന്നുന്നു. കാരണം ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ട്രാക്കിൽ 4 വിക്കറ്റ് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അവിടെയാണ് 4 വിക്കറ്റ് സ്വന്തമാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് എന്തുകൊണ്ടും പ്ലെയർ ഓഫ് ദ മാച്ചിന് അർഹൻ സ്കറിയ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും അവൻ തന്നെയാണ് അർഹൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാൻ ഓഫ് ദി മാച്ച് സെറിമണിയിൽ അവനെ വിളിച്ചതും മാൻ ഓഫ് ദി മാച്ച് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത്. ബിക്കോസ് എനിക്ക് ബാറ്റ് ചെയ്താൽ മാത്രം മതി. ആസ് ആൻ ഓൾറൗണ്ടർ ഇറ്റ്സ് സോ ടഫ്. നമ്മൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വന്ന് 4 ഓവർ ബോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതിൻ്റെ ഇടയിൽ ഇത്രയും നല്ല വിക്കറ്റിൽ 4 വിക്കറ്റും ആ ഒരു റൺസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സോ ആ ഒരു ഗെയിമിൽ നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് വന്നത് അവൻ്റെ സ്പെല്ലിലാണ്. സോ എല്ലാവർക്കും അറിയാം ഹീസ് മോർ ഡിസേർവിങ്. സോ യാ, അപ്പം വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലാണ് അഖിൽ സ്കറിയ. എല്ലാ കൊല്ലത്തെ പോലെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ പോലെ അവൻ എന്താ പറയുക, ക്രൂഷ്യൽ ടൈംസിൽ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബോളറാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴേലും ഒരു പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു വിക്കറ്റ് വേണം, ആ സ്കറി എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് എറിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം ഒന്നെങ്കിൽ ആ ഒരു ടൈറ്റാക്കി എറിഞ്ഞ് തരും, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് തരും. സോ ആ ഒരു ട്രസ്റ്റ് അവൻ ഈ ഒരു ലാസ്റ്റ് സീസണിലും ഈ സീസണിലും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ അവൻ്റെ ഇനിയും ഒരുപാട് നമ്മൾ കാണാനുണ്ട്, ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ടീം തുടർച്ചയായി വിജയങ്ങൾ നേടുന്നു, ഒരു കൃത്യമായൊരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ആദ്യത്തെ 2 ലോസിന് ശേഷം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എന്തൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്സ്, അത് കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ആൻഡ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യത്തെ 2 മാച്ച് നമ്മളിങ്ങനെ ആയിട്ട് പോലും ആരും അവരുടെ എന്താ പറയുക ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവരവരുടെ ഫ്രീഡം കൊടുത്തു. സോ എല്ലാ പ്ലേയേഴ്സും ഓരോ മാച്ച് കഴിയുമ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇനിയും മാച്ചസ് ഉണ്ട്, കഴിയാൻ ഒന്നും ആയിട്ടില്ല. സോ ലോങ് വേ ടു ഗോ. ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ബോളിങ്ങിലും ഓരോ താരങ്ങളും അവരുടെ റോള് ഗംഭീരമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തുടക്കത്തിൽ സച്ചിൻ ചേർന്നൊരു തുടക്കം, അതിനുശേഷം ഇങ്ങോട്ട് അജ്നാസ് ആയിക്കോട്ടെ, അഖിലായിക്കോട്ടെ, സൽമാൻ ആയിക്കോട്ടെ, ഇവരെല്ലാം വന്ന് അവരുടെ റോൾ എത്രയും വലിയ സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുക, അത്രയും വലിയൊരു സ്കോറിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വന്ന് ബാറ്റ് ചെയ്ത് പോവുക. ബോളിങ്ങിലാണല്ലോ അങ്ങനെ തന്നെയാണ്. അതെ, ഓരോ മാച്ച് കഴിയുന്നവരും അവർക്ക് അവരുടെ റോളിൻ്റെ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആസ് എ ക്യാപ്റ്റൻ എൻ്റെ ജോബ് ഭയങ്കര ഈസി ആയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരവരുടെ റോൾ കറക്റ്റായിട്ട് അറിയാം, അത് പോയി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. സോ ആസ് എ ക്യാപ്റ്റൻ ഐ എം റിയലി ഹാപ്പി. പക്ഷേ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം, ഇനിയും നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് കുറയ്ക്കാം. എന്ന് പറഞ്ഞാൽ ഇനി വരും മത്സരങ്ങളിൽ നമുക്കത് തീർച്ചയായിട്ടും അവർ ബോളേഴ്സ് ആയാലും ബാറ്റ്സ്മാൻ ആയാലും ഇനി മോർ പ്രിപ്പറേഷനിൽ ബെറ്റർ എക്സിക്യൂഷനിൽ കാണാൻ പറ്റും. അത്രയും വലിയൊരു സ്കോർ 250 എന്നുള്ള വിജയലക്ഷ്യം കൊച്ചിക്ക് മുമ്പിൽ വെക്കുമ്പോൾ ബോളിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു തയ്യാറെടുപ്പുകൾ? 250 ബിഗ് ടോട്ടൽ. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ വിക്കറ്റ് നല്ല വിക്കറ്റാണ്. ഏതെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് സ്കോർ വന്നു കഴിഞ്ഞാൽ കളി മാറാൻ സാധിക്കും. സോ എപ്പോഴും നമ്മൾ എന്താ പറയുക, ആ ഒരു ബൗണ്ടറി ഇല്ലാത്ത ഓവേഴ്സ് എങ്ങനെ എറിയാമെന്നുള്ളതായിരുന്നു കൂടുതൽ ഫോക്കസ് ആസ് എ ബോളർ. സോ അവരത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ റൺസ് ലീക്ക് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എല്ലാവരും അവരുടെ എഫേർട്ട്, അവരുടെ കാര്യങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന മത്സരങ്ങളിലും ഈ ഫോം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിജയം സായിക്കൊപ്പം നിഖിൽകുമാർ, ജനം.